ഹായ് ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ തന്നെ എണീച്ച് നോക്കുമ്പോൾ എന്താ പറയുക അങ്ങനെ കേട്ടോ. പിന്നെ ഭയങ്കര രസമായിരിക്കും, വണ്ടിയും ആളുകളും ഒന്നും ഇല്ലാത്തൊരു എന്താ പറയുക ഒരു നിശബ്ദത ആയിട്ടുള്ളൊരു രാവിലെ എന്ന് പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഒരു 5:30 മണി ഒക്കെയാണ് ആവുന്നുള്ളൂ. ഇപ്പോൾ ആക്ച്വലി ഇവിടെ സ്കൂളും ക്ലാസ്സൊന്നും ഇല്ല. പക്ഷേ എനിക്ക് നടക്കാൻ പോകേണ്ട കാരണം ഞാൻ നേരത്തെ എണീച്ചിട്ട് പിന്നെ എന്താ പറയുക എനിക്ക് നടക്കാനെല്ലാം പോയി വന്നിട്ടാട്ടോ ഞാൻ നാസ്ത എല്ലാം ഉണ്ടാക്കൽ. അപ്പോൾ ഇതാ നമ്മളെ സുന്ദരിയും സുന്ദരനും ഉണ്ട്. അങ്ങനെ ഞാൻ വെച്ചിട്ടുള്ളത് നമ്മളെ പൂച്ചക്കുട്ടന്മാരൊന്നും ചെയ്യരുത് വെച്ചിട്ടാണ്. അങ്ങനെ കയറുകൊണ്ട് ഞാൻ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് പിന്നെ ഫുഡ് കൊടുക്കുമ്പം താത്തിയിട്ട് പിന്നെ അവർക്ക് ഫുഡ് കൊടുക്കലാട്ടോ. അപ്പോൾ ഇതാ ഇനി നമുക്ക് ഇന്നത്തെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇത് കുറച്ചധികം തൈരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അക്കാനോട് തൈര് കൊണ്ടുവരാൻ പറഞ്ഞാൽ ഒരുപാട് കൊണ്ടുവരും. അപ്പോൾ ഞാനതൊക്കെ ഒരു എന്താ പറയുക ഒരു ജാറിലെല്ലാം ആക്കി വെക്കുന്ന കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്ച്ചോറും ചിക്കൻ കറിയും കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ലീവല്ലേ, അന്നേരം പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ വേണം. അപ്പോൾ ഇതാ ഞാൻ എണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വാട്ടിയിട്ടുണ്ട്. പിന്നെ എന്നിട്ട് അതിലേക്ക് പിന്നെ നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടമാവുകയെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ടും ചെയ്യുക, അതുപോലെ ഷെയറും ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ കമൻറ്റും കൂടി അയക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ ഇതിലേക്ക് ഇനി തക്കാളി കൂടിയാട്ടോ വേണ്ടിയത്. അപ്പോൾ ഇനി അതും കൂടി അരിഞ്ഞിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ സ്കൂൾ വെക്കേഷൻ ആയിട്ടുണ്ട്, നാട്ടിലെല്ലാം വെക്കേഷൻ ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷമെല്ലാം ഒന്ന് എഴുതി അറിയിക്കാം കേട്ടോ, കമൻറ്റിൽ കൂടെ ഒന്ന് അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയെങ്കിൽ ഒന്നും കൂടി കണ്ടിട്ട് എന്താ പറയുക ഒന്ന് കമൻറ്റും കൂടി അയക്കാൻ മറക്കരുതാരും. അപ്പം ഇതാ നമ്മൾ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, വാടി വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോൾ മോനിക്കൊന്നും ലീവില്ല കേട്ടോ. മോൻ കോളേജിലായ കാരണം ഒരു ദിവസത്തിന് മാത്രമാണ് ലീവുള്ളത്, ക്രിസ്മസിന്. പിന്നെ ബാക്കിയൊന്നും ലീവ് കിട്ടിയിട്ടില്ല. പിന്നെ ഇവിടെ ഭയങ്കര തണുപ്പാണ്, ഉച്ചയായ ഭയങ്കര ചൂടും കൂടി കേട്ടോ. അങ്ങനത്തെ കാലാവസ്ഥയാണ് ഇപ്പോൾ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇതാ നമ്മൾ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി എന്താ പറയുക മുളകും പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇനി നമുക്ക് വേണ്ടിയത് പിന്നെ ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് വേണ്ടിയത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വേവിക്കാൻ വെക്കാം കേട്ടോ. ഞാൻ കുക്കറിയിൽ വെക്കുന്നില്ല, എനിക്ക് ഇങ്ങനെ വെക്കുമ്പോഴാണ് ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റുള്ള പോലെ തോന്നുക കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ വെക്കാത്തത്. അപ്പോൾ ഇതാ വെള്ളം കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഗരം മസാലയും ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ സിംബു ബേബി എൻ്റെ ബാക്കിലുണ്ട്. അവനെപ്പോഴും അങ്ങനെയാണ്, ഞാൻ കിച്ചണിലുള്ളപ്പോൾ അവനെപ്പോഴും കിച്ചണിലുണ്ടാവും. പിന്നെ അന്നേരം ഞാൻ അവൻ്റെ അരിയത്ത് പോയിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ കരയുന്നത്. അപ്പോൾ ഇതാ പിന്നെ കുറച്ച് എന്താ പറയുക കൊത്തമ്പീറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ മൂടി വെച്ചിട്ട് വേവിക്കട്ടെ കേട്ടോ. അത് ഇനി കറി അവിടെ ഇരുന്നോട്ടെ, ഇനിയൊന്നും പണിയില്ല അതിൽ. അപ്പോൾ ഇനി നമുക്ക് നെയ്ച്ചോറും കൂടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ സൺഫ്ലവർ ഓയിലും അതുപോലെ നെയ്യും കൂടിയാട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ഇതാ നമ്മൾ എല്ലാ ഗരം മസാലകളും ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് എന്താ പറയുക ഉള്ളിയും കൂടിയാട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഉള്ളി നല്ലോണം ഒന്ന് എന്താ പറയുക ബ്രൗൺ നിറായി വരുമ്പോൾ നമുക്കതിലേക്ക് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തത് ചെറിയ അരിയാണ്, നമ്മളെ നെയ്ച്ചോറിൻ്റെയും ബിരിയാണീൻ്റെ തന്നെയാണ്. അപ്പോൾ ഞാൻ എടുത്തത് 4 ഗ്ലാസ് ആട്ടോ. അപ്പോൾ എനിക്ക് 2.5 പാട്ട എന്ന് പറയുന്നത്, പാട്ട എന്ന് പറഞ്ഞാൽ ആ വെള്ള മഗ്ഗാണ്. അപ്പോൾ ഞാൻ വയ്ക്കുന്നത് അത്
അത്രയാണ് എനിക്ക് വെള്ളം അതിനാവശ്യം വന്നത്. അത് എല്ലാവരുടെ അരിയും വേറെ വേറെ ഒരു ഇതിലാണ് ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ വെള്ളം കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് പിന്നെ നമുക്ക് എന്താ വേണ്ടിയത്, അരിയും കൂടി തിളച്ചാൽ പിന്നെ അരിയും കൂടി ഇട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ ഒന്ന് തിള വരുമ്പോൾ അരിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. അതിലേക്ക് ഉപ്പും കൂടിയിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ. വെള്ളം കൂടി വറ്റിയിട്ട് പിന്നെ നമുക്ക് അതിലേക്ക് മൂടി വെച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ വെള്ളം വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് ഇനി വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ മൂടെല്ലാം തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് വേവണം കേട്ടോ. നമ്മൾ ചോറ് ഒന്നും കൂടി ഒന്ന് വേവണം. അപ്പോൾ പിന്നെ ഒന്ന് ഞാൻ ചോറെല്ലാം മറിച്ചിട്ടിട്ട് ഞാൻ ഒന്നും കൂടി മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ചോറ് നല്ല പെർഫെക്റ്റായിട്ട് നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസെല്ലാം ഓഫാക്കാം. അപ്പോൾ ഇനി നമ്മളെ ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ലൊരു ചിക്കൻ കറീൻ്റെ റെസിപ്പിയും അതുപോലെ നല്ലൊരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയും കൂടിയിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സിംബു ബേബീൻ്റെ കരച്ചിൽ കേട്ടിട്ടാട്ടോ ഞാൻ പുറത്തോട്ട് ഇറങ്ങി വന്നത്. അവൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ജനലുമ്മൽ കയറി നമ്മളെന്താ പറയുക, നമ്മളെ കിളീൻ്റെ അരിയത്ത് എത്താനുള്ള ഒരു തന്ത്രപ്പാടിലാണ്. പക്ഷെ അവന് കയറാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ സങ്കടമെല്ലാം എന്നോട് പറയട്ടോ. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഇനി നമുക്ക് കാണാം. എല്ലാവർക്കും ബൈ ബൈ. എന്താണ്